യഹൂദർക്കെതിരെ ഏറ്റവും കൊടിയ ക്രൂരതകൾ കാണിച്ച ലോക സമൂഹം ഏതെന്ന് വെച്ചാൽ അത് ക്രിസ്ത്യൻ സമൂഹമായിരുന്നു. നമ്മൾ ചരിത്രം നോക്കിയാൽ ചരിത്രത്തിലുടനീളം ക്രിസ്ത്യാനികൾ കൊന്നത്ര യഹൂദരെ കൊന്നതായി നമുക്ക് ലോകത്തെവിടെയും മറ്റൊരു ജനതയെയും പറയാൻ പറ്റില്ല. അപ്പം മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നേതാവുണ്ട്. മാർപ്പാപ്പയെ വിമർശിച്ചുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ രംഗത്ത് വരുന്നത്. ലോകത്തെമ്പാടും സമാരാധ്യനായ ഒരു നേതാവും ഒരു ആത്മീയ നേതാവാണ് മാർട്ടിൻ ലൂതർ. പക്ഷെ മാർട്ടിൻ ലൂതർ അക്കാലത്ത് തന്നെ ജൂതരും ജൂതരുടെ 10 നുണകളും എന്നുള്ള പേരിലൊരു പുസ്തകമുണ്ട്. കടുത്ത ജൂതവിദ്വേഷം, അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് അവിടെ പന്നി വളർത്ത് കേന്ദ്രങ്ങളാക്കണം, മാലിന്യമിട്ട് മൂടണം എന്നൊക്കെ സംസാരിച്ച ആളാണ് ലൂതർ. ഞാൻ പറയുന്നത് ഇതെല്ലാം പ്രായോഗികവൽക്കരിക്കുന്ന വലിയ പദ്ധതികൾ നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യാനിറ്റി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഇറ്റലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റലിയിലെ മിക്കവാറും പല പള്ളികളുടെയും മുകളിലുള്ള ശില്പങ്ങൾക്കകത്ത് പന്നികളും ജൂതരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വളരെ വികൃതമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ശില്പങ്ങൾ കാണാൻ പറ്റും. അതായത് കടുത്ത ജൂതവിരോധത്തിന്റെ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു പള്ളിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട്, അതായത് ഒന്ന് ക്രിസ്തുവിനെ കൊന്നവർ എന്ന വലിയ പാപഭാരം മുതൽ ഇങ്ങോട്ട് ജൂതർക്ക് മുകളിൽ കെട്ടിയേൽപ്പിക്കപ്പെട്ട മുഴുവൻ ശത്രുതയും ഉണ്ടായിരുന്ന ഒരു ജനതയിൽ നിന്ന് ഇന്ന് ജൂതർക്ക് വേണ്ടി ജൂതർ വാദിക്കുന്നതിലും ശക്തമായി വാദിക്കുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്.